ജാർഖണ്ഡിലെ ബി.ജെ.പി. എം.എൽ.എ കോൺഗ്രസിൽ ചേർന്നു. ജയ്പ്രകാശ് ഭായ് പട്ടേലാണ് കോൺഗ്രസിൽ ചേർന്നത്. മാണ്ഡുവിൽ നിന്നുള്ള എം.എൽ.എ ആണ് ജയ്പ്രകാശ് ഭായ് പട്ടേൽ. കോൺഗ്രസ് ദേശീയ സ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇത്തരത്തിൽ പാർട്ടി മാറ്റം നമ്മൾ നിരന്തരമായി എല്ലാ ദിവസവും കാണുന്നതാണ്. ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നുള്ള ബി.ജെ.പി. എം.എൽ.എ ആണ് കോൺഗ്രസിൽ ചേർന്നത്. എത്രത്തോളം സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് അവിടെ? വലിയ തിരിച്ചടിയാണോ ബി.ജെ.പിക്ക് ഇത്? വിനിത, ബി.ജെ.പി സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ജാർഖണ്ഡിലെ ബി.ജെ.പി എം.എൽ.എ ജയ്പ്രകാശ് പട്ടേലാണ് ഇപ്പോൾ കോൺഗ്രസ് ചേർന്നിരിക്കുന്നത്. അദ്ദേഹം മാണ്ഡുവിൽ നിന്നുള്ള എം.എൽ.എ ആണ്. അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് വെച്ചാണ് ഉണ്ടായത്. സംസ്ഥാന അധ്യക്ഷൻ പവൻ ഖേര അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ കോൺഗ്രസിൽ സ്വീകരിച്ചു. നമുക്ക് അറിയാൻ കഴിയുന്ന അദ്ദേഹം ഹസാരിബാഗിൽ നിന്ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും കോൺഗ്രസ് ടിക്കറ്റിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എത്തിച്ചത്. നേരത്തെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി അദ്ദേഹം പല ഘട്ടങ്ങളിലും അനുകൂലമായ നിലപാടുകൾ പ്രസ്താവനകൾ പറഞ്ഞിരുന്നു. അത് ബി.ജെ.പിയുടെ അതൃപ്തിക്കും കാരണമായിരുന്നു. സഖ്യം 14 സീറ്റിലും, അതായത് ജാർഖണ്ഡിലെ 14 സീറ്റിലും ഇന്ത്യ സഖ്യം വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം പ്രകാശ് പട്ടേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി കോൺഗ്രസ് നിരവധി നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് സിറ്റിംഗ് എം.എൽ.എമാർ, എം.പിമാർ അടക്കം ബി.ജെ.പിയിൽ പോകുന്ന ഒരു കാഴ്ച വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ബി.ജെ.പി എം.എൽ.എ കോൺഗ്രസിലേക്ക് ചേരുന്ന സാഹചര്യം. എന്താണെങ്കിലും ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസമാണ്. ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.